യേശുവിൽ പ്രിയപ്പെട്ടവരെ, ലാസറിനെയും സഹോദരിമാരായ മർത്തായെയും മറിയത്തെയും ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ചിട്ടും ലാസർ രോഗിയായിരുന്നപ്പോൾ അവിടെ എത്തി ലാസറിനെ സുഖപ്പെടുത്തുവാൻ ഈശോ തയ്യാറായില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും അവിടെ എത്തിയ ആ സഹോദരിമാരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും ഈശോ തയ്യാറായില്ല. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ശരീരം അഴിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈശോ അവിടെ എത്തുന്നത്. ഇത്രയധികം അവരെ സ്നേഹിച്ചിട്ടും എന്തേ ഈശോ ഇങ്ങനെ പെരുമാറി എന്ന് നമുക്ക് സംശയം തോന്നാം. സഹോദരിമാർക്ക് പോലും ഈശോയുടെ പെരുമാറ്റം ഒത്തിരി വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. രോഗിയായ ലാസറിനെ സുഖപ്പെടുത്തുമ്പോൾ സഹോദരിമാർക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ എത്രയോ മടങ്ങ് സന്തോഷമാണ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അവർക്കുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ചില അനർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തേ ഇടപെടുന്നില്ല, എന്തേ ഇത്ര താമസം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. വിശ്വാസം കുറഞ്ഞു പോകാറുണ്ട്. പക്ഷേ നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുവാൻ, കൂടുതൽ അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനാണ് അവിടുന്ന് ഇങ്ങനെ താമസിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആഴമായ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.